ഹലോ, ഞാൻ സുലു. ഇന്ന് ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് കുറച്ച് പ്ലാന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ പിന്നെ പ്ലാന്റ്സ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ചില പ്ലാന്റ്സൊക്കെ ഫസ്റ്റ് ഫ്ലവർ സിംഗിൾ ഷൂട്ടിലുള്ള ഫ്ലവേഴ്സ് ഉള്ളതും പിന്നെ ഡബിൾ ഷൂട്ടിലും ഓരോ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഡിഫറൻസ്, അതിൻ്റെ റേറ്റിന് വ്യത്യാസമുള്ളത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഡെൻഡ്രോബിയത്തിൻ്റെ പൂക്കളുള്ള ചെടികളാണ്. ഇത് കണ്ടില്ലേ, നല്ല ഷെയ്ഡുകളുള്ള ഒരുപാട് വെറൈറ്റീസാണ് ഇപ്രാവശ്യം സെയിലിന് വെച്ചിരിക്കുന്നത്. ഇത് പുതിയ വെറൈറ്റി ടൈപ്പ് ട്വിസ്റ്റഡ് വെറൈറ്റിയും ആൻറ്റിലോപ്പ് വെറൈറ്റീസും ഒന്നുമല്ല, നോർമൽ വെറൈറ്റീസും ഡബിൾ ഷെയ്ഡ് വെറൈറ്റീസും ആണുള്ളത്. അതായത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു തുടക്കക്കാരായ ഓർക്കിഡ് വളർത്തുന്നവർക്ക് കുറച്ച് പൂക്കളുള്ള ഓർക്കിഡ് ചെടികൾ വേണമെന്ന്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർക്കിഡ് ചെടികൾ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളാണ് ഇതൊക്കെ ഓർക്കിഡിൻ്റെ തുടക്കക്കാർക്കും, അതായത് ഫ്ലവർ പെട്ടെന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്കും വാങ്ങാൻ പറ്റിയ വെറൈറ്റീസാണിത്. ഇതൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്ലവർ വരുന്ന ടൈപ്പുകളാണ്. അതായത് ഇതിൽ കോമ്പാക്റ്റും വെറൈറ്റി ഉണ്ട്, ഒരുപാട് കണ്ട മഞ്ഞ ഷെയ്ഡുള്ളത്, പിങ്ക് ഷെയ്ഡ്, പർപ്പിൾ ഷെയ്ഡ്, അങ്ങനെ ഡബിൾ ഷെയ്ഡ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ചിലതൊക്കെ ബഡായിട്ട് നിൽക്കുന്നതാണ്, ഉടനെ തന്നെ വിരിയുന്ന വെറൈറ്റികളാണ് എല്ലാം തന്നെ. അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട്. അപ്പോൾ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നതാണ്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാൻസ് ആവശ്യമുള്ളവർ. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഇതുപോലെ സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ട് പൂ വരുന്നില്ല, ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരണം, അങ്ങനെയൊക്കെ പറഞ്ഞവർക്കാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വെറൈറ്റീസ് കൊണ്ടുവന്നത് തന്നെ. കാരണം പെട്ടെന്ന് ഫ്ലവർ കാണാനും, ഇതൊക്കെ മെച്യൂർ പ്ലാന്റ് ആയതുകൊണ്ട് ഒരു വട്ടം ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്ലവർ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തടുത്ത ഉടനെ തന്നെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലവർ അടുത്ത സ്പൈക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്ലാന്റ്സ് സീഡ്ലിങ്സ്, എന്നാൽ ചിലവർക്കാണെങ്കിൽ സീഡ്ലിങ്സ് വളർത്തിയിട്ട് അത് വളർന്നു വരുന്നത് അങ്ങനെ പൂവായി കാണുന്ന ഇഷ്ടമുള്ളവരുണ്ടല്ലേ. പല ടൈപ്പിലാണ്, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങൾ. അപ്പോൾ പൂക്കൾ പെട്ടെന്ന് കാണാനും വളർത്താനും ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ചെടികളാണ് ഇതെല്ലാം തന്നെ. അതിൻ്റെ ഇടയിൽ ഫെല്ലോപ്സിസിൻ്റെ കുറച്ച് പൂ വന്ന ചെടികൾ വന്നിട്ടുണ്ട്. ഫെല്ലോപ്സിസിൻ്റെ നമ്മൾ അടുത്തൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതാണ്. ഇതിപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ മാത്രം ഒരു എപ്പിസോഡായിട്ട് ഇടാമെന്ന് വെച്ചിട്ടായിരുന്നു. എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. കണ്ടില്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടില്ല, കോമ്പാക്റ്റം വെറൈറ്റി ഒരു കളക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ കോമ്പാക്റ്റം, കോമ്പാക്റ്റം വെറൈറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് എന്നും പൂ തരുന്ന വെറൈറ്റീസാണ് ഇതൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു വട്ടം വളർത്തിയാൽ വെയിറ്റ് ചെയ്യേണ്ട, പൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. പെട്ടെന്ന് പൂ തരുന്ന ചെടികളാണ് ഇതൊക്കെ തന്നെ. കണ്ടില്ലേ, ഈ സൈസിലുള്ള ഒറ്റ സ്റ്റെമ്മിലുള്ള പ്ലാന്റ്സിനൊക്കെ വളരെ റേറ്റ് കുറവുള്ള പ്ലാന്റ്സുകളുണ്ട്. അതുപോലെ കുറച്ചൊക്കെ കണ്ടില്ലേ, വലിയ മുട്ടുകളായിട്ട് നല്ല ബുഷി സ്റ്റെമ്മായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലാതെ വേറെ മെച്യൂർ പ്ലാന്റ്സ് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോയും ചെടിയുടെ ഫോട്ടോയും എല്ലാം നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അല്ലാണ്ട് സീഡ്ലിങ്സ് പ്ലാന്റ്സിൻ്റെ കോംബോ പ്ലാന്റ്സ് നമ്മുടെ ഓഫറിലുണ്ട്. കോംബോ പ്ലാന്റ്സ് സീഡ്ലിങ്സ് ചെടികളുടെ ഉണ്ട്, അതുപോലെ പുതിയ വെറൈറ്റിയുടെ സീഡ്ലിങ്സ് ചെടികളുടെയും സെയിലിനുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഈ സ്റ്റെമ്മൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ നല്ല നമുക്കൊരു ചെടി പെട്ടെന്ന് പൂവാനായി എന്ന് അറിയാവുന്ന ഒരു സിമ്പലാണിത്. വന്നിട്ട് നമ്മുടെ ഈ തടി കണ്ടില്ലേ, ഇതിൻ്റെ ഈ സ്റ്റെമ്മിനൊക്കെ നല്ല വണ്ണം വെച്ച് വരും, ഇതുപോലെ നല്ല വണ്ണം ഉണ്ടാവും. അതുപോലെ ചിലതിന് ഈ ഷെയ്ഡ്, ഇതിന് റെഡ് ഷെയ്ഡ് വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പൂവ് റെഡ് കളറാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ പൂവിൻ്റെ ഷെയ്ഡ് പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ സ്റ്റെമ്മിന് ചെറിയൊരു കളർ ഡിഫറൻസും കാണും. ഓർക്കിഡിൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റീസിൻ്റെയും പ്ലാന്റ്സ് സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കിഡിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഈ കോമ്പാക്റ്റം വെറൈറ്റി ഒക്കെ കണ്ടില്ല, കുഞ്ഞു ചെടികളായിരിക്കും, പക്ഷേ ഇതുപോലെ പെട്ടെന്ന് പൂ വരുന്ന ഹൈറ്റ് വയ്ക്കാത്ത ചെടികളായിരിക്കും. ഡബിൾ ഷെയ്ഡുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മെയിനായിട്ട് നമ്മുടെ ഈ യെല്ലോ ഷെയ്ഡാണുള്ളത്. ഈ ഒരു തണ്ടിൽ മുട്ട് വന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടില്ല, ലീഫുള്ള ഇതല്ല, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഈ സ്റ്റെമ്മിൽ വരെ നല്ല ബഡ് വന്ന നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഡെൻഡ്രോബിയത്തിൻ്റെ പൂക്കളുള്ള ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇത് കണ്ടില്ലേ, നല്ലൊരു യെല്ലോ ഷെയ്ഡാണിത്. ചിലതൊക്കെ ബഡ് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ.
കൂടുതലിപ്പോൾ എല്ലാവർക്കും ഡാർക്ക് കളേഴ്സ് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും ഡാർക്ക് ഷെയ്ഡും കൂടെ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വട്ടത്തെ സെയിലിൽ ഒരുപാട് പേര് വീണ്ടും ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞത്, പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സ്റ്റോക്കെല്ലാം തീർന്നു പോയിരുന്നു. അതുകൊണ്ടാണ് പുതിയ ചെടികളുമായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്